യുഡിഎഫിലേക്ക് ഇല്ല എന്നാണ് പി വി അൻവർ പറഞ്ഞത്. ആ പി വി അൻവറിനെ ഇന്നലെ രാത്രി ആരും അറിയാത്തൊരു സമയത്ത് താങ്കളുടെ നിയമസഭാ കക്ഷിയിൽപ്പെട്ട ഒരു MLA പോയി കാണുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ്. കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയത് തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു. ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണ് ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കുന്നത് ഞാനല്ല. പോകാൻ പാടില്ല. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. ഞാൻ വിശദീകരണം ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. മറ്റേ സംഘടനാപരമായിട്ടല്ല. അവരോട് എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. അത് അയാൾ തന്നെത്താനും പോയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്കൊന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ ക്ലോസ്ഡ്. ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. ഏത് UDF നേതാവും ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല. ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് UDF നേതൃത്വമാണ്. മിനിയാന്ന് ചേർന്ന UDF നേതൃത്വം. അവരാണ് തീരുമാനിച്ചത്. നമ്മളെടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ആ തീരുമാനം UDF കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ടും തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു. എന്നോട് ചുമതലപ്പെടുത്തിയാണ്. ഞാൻ ആ വാതിൽ അടച്ചു. ഇന്നലെ ഇനി ചർച്ചയില്ല. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇവിടെ ഞാൻ ആരോടും പത്രിക സമർപ്പിക്കരുതെന്ന് പറയില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിക്കും. നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക, ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക. അതിലൊന്നും ഞങ്ങൾക്ക് പരാതി. നിലമ്പൂരിൽ മത്സരം CPM-ഉം LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസ് ആണ്. ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ 9 വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ വിചാരണ ചെയ്യും. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. വെറുത്തിരിക്കുന്ന ഗവൺമെന്റാണ്. റിസൾട്ട് വരുമ്പോൾ കാണാം. അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതാണ്. പിന്നെ ഇവരും BJP-യും തമ്മിലുള്ള ഈ ഏർപ്പാട്. ഇവരും BJP-യും തമ്മിൽ പരസ്പരം ചോദിച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയതൊക്കെ ഇപ്പൊ പോയി. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ, ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല. എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തവരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്കിയത് അതിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്ട്, സോഷ്യൽ ഇമ്പാക്ട് അവിടെ ഉണ്ടാവും. അത് BJP-ക്ക് അനുകൂലമാവും. അത് അറിഞ്ഞുകൊണ്ട് BJP-യും CPM-ഉം അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലമ്പാക്കിയതാണ്. ഇപ്പൊ എല്ലാവരും വ്യക്തമായില്ല. ഈ വർഷം ഇപ്പൊ എന്തായി? ഇലക്ഷൻ കഴിഞ്ഞ് ഈ വർഷം അപ്പൊ ഇലക്ഷൻ ഇല്ല തൃശ്ശൂര്. അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ബന്ധം, ഭയങ്കര സ്നേഹം. അതിനേക്കാൾ ഉഷാറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണ്. കാരണം സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി, ഞങ്ങൾക്ക് തൃക്കാക്കരയേക്കാൾ പുതുപ്പള്ളിയേക്കാൾ ഞങ്ങൾക്ക് പാലക്കാടിനേക്കാൾ സംഘടനാപരമായ ശക്തി അവിടെ ഉണ്ട്. ഞാൻ ഈ ഇലക്ഷനിലൊക്കെ സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു. അത് പല കാരണങ്ങളും പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അത് LDF ട്രെൻഡിലാണ്. എന്നിട്ട് എത്രയും ജയിച്ചത്? 2700 വോട്ടിനെ ജയിച്ചത്. ആദ്യം ജയിച്ച വോട്ടിനേക്കാൾ 10,000-ഓളം വോട്ട് കുറവ് വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഭയങ്കരമായ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും 2700 വോട്ടിനും മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതെല്ലാം മാറി. സംഘടനാപരമായി ഞങ്ങൾ പാലക്കാടിനേക്കാൾ അതിശക്തമാണ്. ഞാനുള്ള ഇലക്ഷന്റെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇത് കൊടുത്തത്. എന്നെ പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ UDF പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഞങ്ങൾ അതിന്റെ വർക്ക് അതുപോലെയാണ് ആസ്വദിക്കുന്നത്. ഞങ്ങൾ നല്ല കോൺഫിഡന്റാണ്, 100% കോൺഫിഡന്റാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും ഞങ്ങളെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ? ഒരു സമ്മർദ്ദത്തിനും വരാതെ തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടുമൊക്കെ മനസ്സിലായില്ലേ? അങ്ങ് ഉരുണ്ട് കളിക്കും. ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം. ഞാൻ പറഞ്ഞല്ലോ, UDF എന്ന് പറയുന്നത് K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ, CH മുഹമ്മദ് കോയെ പോലുള്ള ആളുകൾ, പാലക്കാട് തങ്ങന്മാർ,
KM മാണി, TM ജേക്കബ്, PJ ജോസഫ്, അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് UDF. അതിന്റെ മാനത്തിന്മേൽ, അതിന്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനൊരു നിയോഗം കൊണ്ട് ആ കസേരയിൽ വന്നിരിക്കുന്ന ആളാണ്. ഇത് VD സതീശന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അത് മനസ്സിലായില്ല നിങ്ങൾക്ക്. UDFന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ്. അത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പറയാൻ ഞാനല്ല പറയേണ്ടത്. UDF ചെയർമാൻ എന്ന നിലയിൽ പറയാൻ എന്നെ ചുമതലപ്പെടുത്തി. അത് ഞാൻ പറയുന്നു. അതിന്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ്. അതിനൊന്നും എനിക്ക് മറുപടിയില്ല. എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടി. ഞങ്ങൾ പൊളിറ്റിക്കലാണ്. ഞങ്ങളുടെ ഒരു വോട്ടും ആര് മത്സരിച്ചാലും പോവില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടാണ്. രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള 2026 അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ, ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ വോട്ട് പോലും ഒരാൾക്കും പോവില്ല. അത് UDF സ്ഥാനാർത്ഥി ആര്യാടെ ഷൗക്കത്തിന് കിട്ടും. ഇത് ഈ ചെറുപ്പക്കാരായ ആളുകൾ അവര് സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ എന്നോട് നിങ്ങൾ ചോദിക്കുന്നതിന് അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണെന്ന്. നിങ്ങൾ വല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഞാൻ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒന്നും ഒരു കമന്റ് പോലും പറഞ്ഞില്ല. അഭിമാനമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, UDFന്റെ അഭിമാനത്തിന്മേൽ പോറലേൽപ്പിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസ് ഇല്ല. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ പുറത്തിരുന്ന് ഇപ്പോൾ പല നേതാക്കളും അൻവർ വന്നാൽ നന്നായിരുന്നു. അല്ല, അതൊക്കെ അല്ലല്ല, ഞാൻ വരണ്ടെന്ന് പറയണ്ടോ? ഞാൻ വരണ്ട എന്ന് ഞാൻ പറയണ്ടോ? ഞാൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം. 2 സെന്റൻസ് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം, അല്ലേ? അത് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ തീരുമാനം എടുക്കാം. വരണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എന്താ വരണ്ടെന്നാണ്? വരണമെന്നില്ലേ എൻ്റെ അകത്ത്? വരണമെന്നില്ലേ എൻ്റെ അകത്ത്? വരണമെന്നാണ് ആ 2 സെന്റൻസ് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ UDF നേതൃത്വത്തിൽ നിന്ന് ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ 5 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് നിങ്ങൾ തന്നെ സംസാരിച്ച ഒരേ കാര്യം പറഞ്ഞാൽ 5 രീതിയിലല്ലേ പറയുള്ളൂ. അല്ല എല്ലാവരും അച്ചടി ഭാഷയിൽ സംസാരിക്കുമോ? അങ്ങനെയല്ലല്ലോ. ഞാൻ അച്ചടിച്ചു കൊടുത്താൽ പോലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ ടോൺ മാറും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താങ്കളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് PV അൻവർ പോകുന്നത്. അതാണെന്നേ, അതങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് പറയുന്നത് UDFന്റെ അഭിപ്രായം പറയുന്ന ആളല്ലേ, വേറെ വല്ല വഴി പോകുന്ന ആളല്ലേ ചീത്തോളിച്ചിട്ട് കാര്യമുണ്ട്. എന്നെയല്ലേ വിളിക്കുന്നത്. കറക്റ്റാണ്. എനിക്കതിനൊന്നും ഒരു പരാതിയില്ല. ഞാൻ എന്നൊന്നും ഒരു മറുപടിയും പറയില്ല. താനില്ലാതെ UDF നിലമ്പൂരിൽ ജയിക്കില്ല എന്നാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അതൊക്കെ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങളും പൊളിറ്റിക്കൽ അനാലിസിസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. ഞാനൊരു ജനാധിപത്യവാദിയാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും പറയാം. എനിക്ക് പറയുന്നത് പോലെ എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്യില്ല. അൻവർ ഇല്ലെങ്കിലും UDF ജയിക്കും. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ ജയിക്കും. UDF ജയിക്കും. UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് ഞങ്ങൾ പോകും.